ഈ വർഷത്തെ ഓണശ്രീ ഫെസ്റ്റിവല് ജില്ലാതലം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്നത്തെ നമ്മൾ എവിടെയാ വെച്ചാൽ നമ്മളെ പഞ്ചായത്തില് കുടുംബശ്രീ മേള നടക്കുന്നുണ്ട് ചട്ടുവപ്പാറ. അപ്പൊ അടുത്തേക്ക് നമ്മളെല്ലാരും ഇങ്ങനെ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഈ വർഷത്തെ ഓണശ്രീ ഫെസ്റ്റിവല് ജില്ലാതലം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്കറിയാം, തളിപ്പറമ്പ് മണ്ഡലവും കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ പ്രൗഢഗംഭീരമായിട്ട് നമുക്ക് കുറ്റ്യാട്ടൂർ നടത്താൻ സാധിച്ചു. 28-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ് ഈ പരിപാടി നടക്കുന്നത്, ഒരാഴ്ചക്കാലം. 28-ാം തീയതി നല്ല മഴയായിരുന്നു. നല്ല മഴയാണെങ്കിലും ആളുകൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ മഴയത്തും നല്ല ആളുകൾ നമുക്കുണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയായിരുന്നു. നല്ലൊരു ഘോഷയാത്ര ഇതോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലും നല്ല ജനപങ്കാളിത്തം ഉണ്ടായി. എൻ്റെ പേര് K. സതീശൻ, ചാലോട്. പുസ്തക വിൽപ്പനയാണ് ജോലി. അതിൻ്റെ കൂടെ മറ്റുള്ള സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഓണശ്രീ പരിപാടിയിലാണ് ഉള്ളത്. നല്ല രീതിയിൽ പുസ്തക വിൽപ്പനയും മറ്റു സാധനങ്ങളും വിൽപ്പന നടത്തുന്നുണ്ട്. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയും പ്രോത്സാഹനവും കിട്ടിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എൻ്റെ സ്റ്റാളിൽ വരികയും ദിവസവും കാര്യങ്ങൾ അന്വേഷിക്കുകയും പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തക വിൽപ്പനയിൽ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും എൻ്റെ സ്റ്റാളിൽ വന്ന് പുസ്തകങ്ങൾ വാങ്ങി. CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ എൻ്റെ സ്റ്റാളിൽ വന്ന് K. ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ നമുക്കായി ചോര ചീന്തിയവർ, പഴശ്ശി തില്ലങ്കേരി സമരചരിത്രം, അദ്ദേഹം ആ പുസ്തകമാണ് വാങ്ങിയത്. ഓണശ്രീയോടനുബന്ധിച്ച് സാംസ്കാരിക സായാഹ്നം ഓരോ ദിവസവും ഉദ്ഘാടന പരിപാടിയിൽ നമ്മുടെ പ്രമുഖരായ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വയോജന സംഗമവും സായാഹ്ന സാംസ്കാരിക പരിപാടിയും MV ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 1-ാം തീയതി നടന്നിട്ടുണ്ടായിരുന്ന സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഭിനേത്രിയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള ഗായത്രി വർഷയാണ് അത് ഉദ്ഘാടനം ചെയ്ത്. നല്ല പങ്കാളിത്തം ഗായത്രി വർഷയെ വരവേറ്റുകൊണ്ടായിരുന്നു കുറ്റ്യാട്ടൂർ ആ പരിപാടി സാംസ്കാരിക സായാഹ്നം നടന്നിട്ടുണ്ടായിരുന്നെന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് ആശയങ്ങൾ ജനങ്ങളിലേക്ക്, നമുക്കറിയാം ലഹരിക്കെതിരെ ഉള്ള പ്രവർത്തനം നടക്കും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരികളുടെ പരിപാടിയും നാടകവും നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കുട്ടികളിപ്പോൾ മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഏകാംഗ നാടകം നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെസ്സേജുകൾ ചെല്ലുന്ന, ആശയങ്ങളൊക്കെ ചെല്ലുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഉള്ളിൽ തട്ടിയ നാടകങ്ങളായിരുന്നു. 2-ാം തീയതി കുറ്റ്യാട്ടൂരിലെ വികസനം എന്നൊരു സെമിനാർ 3 മണിക്ക് നടക്കുന്നുണ്ട്. കുറ്റ്യാട്ടൂരിൽ ഇനി എന്താണ് വികസനം, അതിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയാണ്. 3-ാം തീയതി സംരംഭകരുടെ
സെമിനാർ നടത്തുന്നുണ്ട്. അപ്പോൾ വിവിധ പരിപാടികൾ, അതോടൊപ്പം തന്നെ കലാസന്ധ്യയുണ്ട്, സാംസ്കാരിക സമ്മേളനമുണ്ട്. 3-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് പയ്യന്നൂർ ടീമിൻ്റെ വനിതാ DJ പരിപാടിയും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഒരാഴ്ചക്കാലം കുറ്റ്യാട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം 10,000-കണക്കിന് ആളുകൾ വന്ന് കുറ്റ്യാട്ടൂരിൽ വന്നു പോയി എന്നുള്ളതും ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സ്വീകാര്യതയോടുകൂടി അത് നടത്തി. എല്ലാവരും തന്നെ നല്ല രീതിയിൽ അച്ചടക്കത്തോടും നല്ല ഒരു പരിപാടിയാക്കി മാറ്റി നല്ല അഭിപ്രായം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ചുകൊണ്ട് ഓണശ്രീ 2025 നമ്മുടെ മിനി സ്റ്റേഡിയത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വരികയാണ്. കഴിഞ്ഞ 2023 തളിപ്പറമ്പിൻ്റെ MLA ഗോവിന്ദ മാഷ് വിഭാവനം ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ജില്ലാ മിഷൻ്റെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഒരു സഹായം കൂടി ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പമായി വളരെ മികച്ച രീതിയിൽ തളിപ്പറമ്പിലെ ഏറ്റവും മികച്ച ഓണശ്രീയായി മാറ്റുന്നതിന് വേണ്ടി 2023 നമുക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ ആ ഓണക്കാലത്തൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ കുറ്റ്യാട്ടൂർ പഞ്ചായത്താണ് എന്ന് പത്രത്തിലെല്ലാം വന്ന വാർത്തയാണ്. കഴിഞ്ഞ വർഷം 2024 വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് അത് നടത്തിയിട്ടില്ല. ഈ വർഷം വീണ്ടും MLA അങ്ങനെ ഒരു നിർദ്ദേശം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടുള്ള ഷീ നൈറ്റ്, ഷീ ഫെസ്റ്റ്, വയോജന സംഗമം, ഭിന്നശേഷി സംഗമം, വയോജന സംഗമം എന്ന് പറയുമ്പോൾ മുതിർന്ന പൗരന്മാരുടെ സംഗമം, അംഗൻവാടി കുട്ടികളുടെ സംഗമം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് 7 ദിവസത്തെ ഒരു വലിയ ഉത്സവ മാമാങ്കമാണ് ഞങ്ങളുടെ ഓണശ്രീ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2023 ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയത് കൊണ്ട് തന്നെ ജില്ലാതല ഉദ്ഘാടനവും ഈ വർഷം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രതിഭകളുണ്ട്, കഴിവ് തെളിയിച്ച പ്രതിഭകളുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ യുവനടനായിട്ടുള്ള അഭിനന്ദിനെ പോലെ ഒക്കെയുള്ള പ്രതിഭകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവരെയൊക്കെ പഞ്ചായത്ത് ആദരിക്കുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഓണശ്രീ നമ്മുടെ കുറ്റ്യാട്ടൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 16 വാർഡിൽ നിന്നുള്ള കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ ഉച്ച മുതലേ ആരംഭിക്കുന്ന സ്റ്റാളിലും അതുപോലെ ഫുഡ് കോർട്ടിലും പരിപാടി അവതരിപ്പിക്കുന്നതിനുൾപ്പെടെ സെമിനാറുകൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സവ പ്രതീതിയിലാണ് ഈ കുറ്റ്യാട്ടൂരിലെ ഓണശ്രീ ഉള്ളത്. മറ്റ് പഞ്ചായത്തുകളിലുണ്ട്, പക്ഷേ അതിനെ അപേക്ഷിച്ച് വളരെ ഭാവനാപരമായിട്ട് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള സെമിനാറുകൾ, നാളത്തെ കുറ്റ്യാട്ടൂര്, ഇന്നത്തെ കൃഷിയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാ രീതിയിലും ചർച്ച ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. കുടുംബശ്രീ സംരംഭകർക്ക് അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഈ ഓണശ്രീ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ കുടുംബശ്രീ കലാകാരികൾക്ക് അവരുടെ കഴിവ് പരിപോഷിപ്പിക്കാനുള്ള, അവരെ അത് അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഓണശ്രീ.
അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കുടുംബശ്രീ മേഖലയിൽ ഉള്ള പലവിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ ഓണശ്രീ വിപണിയിൽ വന്ന് വിറ്റഴിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനും കൂടി ഈ അവസരത്തിൽ സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ നമുക്ക് ഏകദേശം 17 ലക്ഷത്തോളം വിറ്റഴിവ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നടന്ന എല്ലാ ദിവസവും നല്ല വിറ്റുവരവാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കുടുംബശ്രീയിലെ സംരംഭകർക്ക് സ്റ്റാള് സജ്ജീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ സ്റ്റാളിന് നമ്മൾ പൈസയൊന്നും വാങ്ങുന്നില്ല. നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ സംഗമം നമ്മുടെ MV ഗോവിന്ദൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് ആ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അങ്കണവാടി കുട്ടികളുടെ മേള ഈ വേദിയിൽ വെച്ച് നടത്തി. ഭിന്നശേഷി കുട്ടികളുടെ മേളയും ഇതോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഷീഫെസ്റ്റാണ്. പഞ്ചായത്ത് ഷീഫെസ്റ്റ് കുടുംബശ്രീയും കൂടി ചേർന്നുകൊണ്ട് എല്ലാ വാർഡിലെയും നമ്മുടെ കലാകാരികൾ എല്ലാ ദിവസവും വന്ന് പരിപാടികൾ അവതരിപ്പിച്ച് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നല്ല പങ്കാളിത്തത്തോടു കൂടി നമുക്ക് ഷീഫെസ്റ്റിൻ്റെ പരിപാടിയും ഈ വേദിയിൽ വെച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓണശ്രീ ഫെസ്റ്റിവൽ എന്ന ആശയം തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ MLA പ്രിയങ്കരനായിട്ടുള്ള MLA MV ഗോവിന്ദൻ മാഷ് ഹാപ്പിനെസ് ഫെസ്റ്റ് എന്നുള്ള പദ്ധതി തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓണശ്രീ ഫെസ്റ്റിവൽ 2023 നടത്തിയിട്ടുണ്ടായിരുന്നത്. 2023 ഓണശ്രീ ഫെസ്റ്റിവൽ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു തളിപ്പറമ്പിൽ തന്നെ നല്ല രീതിയിൽ വിജയിപ്പിച്ചത് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്താണ്. ഓണശ്രീയുടെ ഭാഗമായിട്ട് നമ്മൾ 5000 പർച്ചേസ് കൂപ്പൺ അടിച്ചിട്ട് വിതരണം ചെയ്തിട്ടുണ്ടായിന്. കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രാദേശികമായിട്ട് എല്ലാ മേഖലയിലും ആ കൂപ്പൺ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ ഘടക സ്ഥാപനങ്ങളിലും കൂപ്പൺ വിറ്റഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10 ലക്ഷം വിറ്റുവരവ് ഉണ്ടാക്കുന്ന രീതിയിലാണ് കൂപ്പൺ ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ക്യാഷായിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ടും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്.